നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കി ഹൈക്കോടതി. പിണറായിയുടെ മുഖത്തേറ്റ പ്രഹരമെന്ന് കെ സുരേന്ദ്രൻ. വിധിയെ പരിഹസിച്ച എം വി ഗോവിന്ദൻ. സിപിഎമ്മിനും കോൺഗ്രസിനും ഇരട്ടത്താപ്പെന്ന് വി മുരളീധരൻ. സംസ്ഥാന സർക്കാരിന് പ്രശ്നപരിഹാരമല്ല പ്രധാനമെന്ന് മുനമ്പം സമരസമിതി. അതിജീവന സമരത്തിൽ കരുത്തുകാട്ടി ആശമാർ. മുട്ടുമടക്കി സർക്കാർ. ഓണറേറിയത്തിനുള്ള മാനദണ്ഡങ്ങൾ പിൻവലിച്ചു. ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കും വരെ സമരമെന്ന് ആശമാർ. ഐക്യദാർഢ്യവുമായി സമരപ്പന്തലിൽ കെ സുരേന്ദ്രൻ. സമരത്തെ നിസാരവത്കരിച്ച് LDF കൺവീനർ. അധിക്ഷേപിച്ച് എം വി ഗോവിന്ദൻ. വണ്ടിപ്പെരിയാറിലെ ഗ്രാമ്പിയിലിറങ്ങിയ കടുവ ചത്തു. മയക്കുവെടി വെച്ചതിനു പിന്നാലെ ദൗത്യസംഘത്തിന് നേരെ ചാടി വീണ് കടുവ. സ്വയരക്ഷയ്ക്ക് വെടിയുതിർത്ത് ദൗത്യസംഘം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP മികച്ച മുന്നേറ്റമുണ്ടാക്കുമെന്ന് പ്രകാശ് ജാവ്ദേക്കർ. പാർട്ടിയിലെ പുതിയ നേതൃത്വത്തിന് വലിയ ഉത്തരവാദിത്വം. BJP നേതൃയോഗം തിരുവനന്തപുരത്ത്. സംസ്ഥാനത്ത് അവസാനമില്ലാതെ ലഹരി കേസുകൾ. ക്യാമ്പസുകളിൽ ലഹരി ഇടപാടുകൾക്ക് സമൂഹ മാധ്യമ കൂട്ടായ്മകൾ. ലഹരി വിപണനത്തിനും ഉപയോഗത്തിനും പിന്നിൽ SFI എന്ന് കെ സുരേന്ദ്രൻ. സാധാരണക്കാരന് നൽകാൻ പണമില്ലെങ്കിലും പാർട്ടിക്ക് ഫണ്ടുണ്ട്. പെൻഷനും ശമ്പളവുമില്ലെങ്കിലും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് പുതിയ ആഡംബര മന്ദിരം. അതിവേഗത്തിൽ ഉദ്ഘാടനത്തിനൊരുങ്ങുന്ന പുതിയ AKG സെന്ററിന് 10 നിലകൾ. മദ്യനയ അഴിമതിക്കെതിരായ സമരം അടിച്ചൊതുക്കാൻ തമിഴ്നാട് സർക്കാർ. പൊരുതാൻ ഉറച്ച് BJP. തമിഴിസൈ സൗന്ദരരാജനെ അറസ്റ്റ് ചെയ്ത പോലീസ്. മറ്റ് നേതാക്കളെ വീട്ടുതടങ്കലിലാക്കാൻ നീക്കം. നടന്നത് 1000 കോടിയുടെ അഴിമതി. വിവരാവകാശ കമ്മീഷനിലും ചുവപ്പ് നാട. തീർപ്പാക്കാതെ കിടക്കുന്നത് ആയിരക്കണക്കിന് പരാതികൾ. വിവരാവകാശ നിയമം അട്ടിമറിക്കാൻ ചില ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നെന്ന ആക്ഷേപം. ജനം ബ്രേക്കിംഗ്. ഡൽഹിയിൽ ഭാരത ന്യൂസിലാൻഡ് ഉഭയകക്ഷി ചർച്ച. കൂടിക്കാഴ്ച നടത്തി മോദിയും ലെക്സണും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി ചർച്ച നടത്തി US ഇന്റലിജൻസ് മേധാവി തുൾസി ഗബ്ബാർഡ്. ഇടുക്കിയിലെ ഗ്രാമ്പിയിൽ ദൗത്യസംഘം മയക്കുവെടിവെച്ച കടുവ ചത്തു. വെടിവെക്കാനുള്ള ശ്രമത്തിനിടെ കടുവ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കു നേരെ ചാടി. ഇതോടെ ഉദ്യോഗസ്ഥർ തുടരെ നിറയൊഴിക്കുകയായിരുന്നു. ചികിത്സയ്ക്കായി തേക്കടിയിലേക്ക് മാറ്റിയതിനു പിന്നാലെയാണ് കടുവ ചത്തതായി സ്ഥിരീകരിച്ചത്. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, കൂടുതൽ വിവരങ്ങൾ. ഇന്ന് 11:30 കൂടിയാണ് ഇത്തരത്തിൽ ഈ ദൗത്യത്തിന്റെ അന്തിമഘട്ടത്തിലേക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കടന്നത്. ഈ അരണക്കല്ലിലെ ഈ തേയിലത്തോട്ടത്തിന് സമീപത്ത് എത്തി ആദ്യഘട്ട മയക്കുവെടി വെച്ചു. ആദ്യം മയക്കുവെടി വെച്ചതോടുകൂടി കടുവ ആ കിടന്നിടത്ത് തന്നെ കിടക്കുകയാണ് ചെയ്തത്. അനങ്ങിയില്ല. ഇതേ തുടർന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കടുവയുടെ അടുത്തേക്ക് ചെന്നത്. ഈ സമയത്ത് അടുത്തെത്തി അതിന് സമീപത്ത് ഒരു 10 മീറ്റർ അകലെ നിന്ന് രണ്ടാമത് മയക്കുവെടി വെച്ചതോടുകൂടിയാണ് കടുവ പെട്ടെന്ന് ഈ ഉദ്യോഗസ്ഥർക്ക് നേരെ ചീറിയെടുത്തത്. ചീറിയെടുത്ത സമയത്ത് ഈ ചാടി
ഒരു ഉദ്യോഗസ്ഥനെ ഈ ദൗത്യത്തിലുണ്ടാകുന്ന ഉദ്യോഗസ്ഥനെ മേൽ ചാടി വീഴാനുള്ള ആ ശ്രമം നടത്തുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടരെ നിറയൊഴിച്ചത്. പ്രാണരക്ഷാർത്ഥം നിറയൊഴിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. വലിയ ഒരു അപകടം അല്ലെങ്കിൽ ഒരു തലനാരിഴയ്ക്കാണ് ഒരു വലിയ ഒരു ആക്രമണത്തിൽ നിന്ന് ഈ ഉദ്യോഗസ്ഥർ രക്ഷപ്പെട്ടത് എന്ന് തന്നെ പറയാം. പ്രധാനമായും ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ തന്നെ വ്യക്തമാണ് ഈ കടുവ ഈ ചാടി ഇവർക്ക് നേരെ വീഴുന്നതും ഈ ഒരാളുടെ തലയിലെ ഹെൽമെറ്റിൽ ഇത് അടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ ഉണ്ട്. ആ സമയത്താണ് ഈ മറ്റുദ്യോഗസ്ഥർ ഈ കടുവയ്ക്ക് നേരെ നിറയൊഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവിടെ വെച്ച് തന്നെ കടുവ ചാവുകയും ചെയ്തു എന്നുള്ളതാണ് നിലവിൽ DFO വ്യക്തമാക്കിയിട്ടുള്ളത്. മനു എന്ന ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ നേരെയാണ് ഈ കടുവ ചാടിയെടുത്തത്. ഇദ്ദേഹത്തെ നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പുറമെ പരിക്കുകളൊന്നുമില്ല. പക്ഷേ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇദ്ദേഹത്തെ നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ ഹെൽമെറ്റ് തകർന്നിട്ടുണ്ട്. കൂടാതെ ഇദ്ദേഹം ഈ മനു മുമ്പിൽ പിടിച്ചിരുന്ന ഷീൽഡും പൂർണ്ണമായും തകർന്ന ഒരു അവസ്ഥയിലാണ്. ഈ ഒരു സാഹചര്യത്തിനകത്തുമ്പം ജീവന് ഹാനി ഉണ്ടാകുന്ന തരത്തിലേക്ക് കടുവയുടെ ആക്രമണം ഉണ്ടായതോടുകൂടിയാണ് ഇത്തരത്തിൽ നിറയൊഴിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് കോട്ടയം DFO ആയിട്ടുള്ള N രാജേഷ് പറഞ്ഞത്. എന്തായാലും ഇനിയിപ്പോൾ കടുവയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്നുള്ളത് ഈ കടുവയുടെ പിൻകാലിലെ പരിക്ക് അത് കുടുക്ക് വെച്ച് ഉണ്ടായ ഒരു പരിക്കാണ് എന്നുള്ളതും വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കാലിൽ ഒരു ഇരുമ്പ് കമ്പി ചുറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുരുക്ക് വെച്ച് ഉണ്ടായ ഒരു പരിക്കാണ്. ആ പരിക്ക് മുഖാന്തരമാണ് ഈ കടുവ ഈ കടുവയ്ക്ക് ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് വനംവകുപ്പ് എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും അധികം താമസിക്കാതെ തന്നെ ആരംഭിക്കുമെന്നും വനംവകുപ്പ് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗ്രാമ്പി അതുപോലെ തന്നെ അരണക്കൽ ഉൾപ്പെടെയുള്ള മേഖലകളിലെ ജനങ്ങളുടെ ആശങ്ക ഒഴിവായി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ഏതാനും നാളുകളായി എടുത്തു പറഞ്ഞാൽ ഈ ഗ്രാമ്പി മേഖലയിൽ കഴിഞ്ഞ 20 ദിവസമായി വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഉണ്ടായിരുന്നത്. ആ ആശങ്കയ്ക്കും അതുപോലെ തന്നെ അരണക്കൽ മേഖലയിൽ ഉടലെടുത്ത ആ ഒരു വലിയ ആശങ്കയ്ക്കും നിലവിൽ ഇപ്പോൾ വിരാമമായിരിക്കുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രാണരക്ഷാർത്ഥം കടുവയെ വെടിവെച്ചു കൊന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ശരി സുബേൻ, ഇടുക്കിയിലെ ഗ്രാമ്പിയിൽ ദൗത്യസംഘം മയക്കുവെടിവെച്ച കടുവ ചത്തു. വെടിവെക്കാനുള്ള ശ്രമത്തിനിടെ കടുവ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ ചാടിയതോടെ ഉദ്യോഗസ്ഥർ തുടരെ നിറയൊഴിക്കുകയായിരുന്നു. ചികിത്സയ്ക്കായി തേക്കടിയിലേക്ക് മാറ്റിയതിന് പിന്നാലെയാണ് കടുവ ചത്തതായി സ്ഥിരീകരിച്ചത്. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. ആശമാരുടെ അതിജീവന പോരാട്ടത്തിന് മുന്നിൽ മുട്ടുമടക്കി സംസ്ഥാന സർക്കാർ. ഓണറേറിയത്തിനുള്ള മാനദണ്ഡങ്ങൾ പിൻവലിച്ചു. 10 മാനദണ്ഡങ്ങൾ പിൻവലിക്കണം എന്നതായിരുന്നു ആശമാരുടെ പ്രധാന ആവശ്യം. സെക്രട്ടേറിയറ്റ് ഉപരോധിച്ച് ആശമാർ സമരം കടുപ്പിച്ചതോടെയാണ് സർക്കാരിന് വഴങ്ങേണ്ടി വന്നത്. എന്തായാലും അതിജീവനത്തിനായുള്ള പോരാട്ടമാണ് ആശമാർ നടത്തിയത്. അതിൽ സംസ്ഥാന സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്ന ഏറ്റവും ഒടുവിലത്തെ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഓണറേറിയത്തിനുള്ള മാനദണ്ഡങ്ങളാണ് പിൻവലിച്ചത്. സർക്കാർ 10 മാനദണ്ഡങ്ങൾ പിൻവലിക്കണം എന്നതായിരുന്നു ആശമാരുടെ പ്രധാന ആവശ്യം. അതനുസരിച്ച് തന്നെയാണ് സർക്കാർ നീങ്ങിയത്. ടിൻഡു ദാസിലേക്ക് പോകുന്നു. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ചേരുന്നുണ്ട്. ടിൻഡു, എന്തായാലും സർക്കാർ മുട്ടുമടക്കിയിരിക്കുന്നു. ആശമാരുടെ സമരത്തിന് മുന്നിൽ സർക്കാരിന് വഴങ്ങേണ്ടുന്നൊരു സാഹചര്യം വന്നു. പ്രധാനമായും അവർ മുന്നോട്ട് വച്ച പല ആവശ്യങ്ങളിൽ ഒന്ന് ഓണറേറിയത്തിനുള്ള മാനദണ്ഡങ്ങൾ പിൻവലിക്കുക എന്നുള്ളതായിരുന്നു. അത് സർക്കാർ പിൻവലിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ. രോഹിണി, പ്രധാനമായിട്ടും 10 മാനദണ്ഡങ്ങളായിരുന്നു 7000 രൂപ ഓണറേറിയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആശാ വർക്കർമാർക്ക് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിരുന്നത്. ഇതിൽ പ്രധാന ആവശ്യമായിരുന്നു ഈ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി വാക്കാൽ ഒരു മറുപടി നൽകിയിരുന്നെങ്കിലും അതിന് ഒരു ഉറപ്പില്ലായിരുന്നു. ഈ മാസം 12-ാം തീയതിയാണ് ഈ മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് സർക്കാർ ഇറക്കുന്നതെങ്കിലും ഈ ഉത്തരവ് ഇന്നാണ് ആശാ വർക്കർമാരുടെ കയ്യിലേക്ക് എത്തിയത്. അപ്പോൾ സംസ്ഥാന സർക്കാർ ഈ സമരത്തെ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. കാരണം ഈ 9-ാം തീയതി ഫെബ്രുവരി 10-ാം തീയതി സമരം തുടങ്ങി ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ഏതാണ്ട് 18 ദിവസമായപ്പോഴേക്കും ആശാ വർക്കർമാരുടെ 3 മാസത്തെ മുടങ്ങിക്കിടന്ന ഇൻസെന്റീവ് 2 മാസത്തെ ഇൻസെന്റീവ് നൽകാൻ സർക്കാർ തയ്യാറായിരുന്നു. അതും ഒരു ഭയം തന്നെയാണ്. ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ ഈ ആശാമാരുടെ സമരത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 7000 രൂപ ഓണറേറിയം ലഭിക്കുന്നതിന് വേണ്ടി 7000 രൂപ ഓണറേറിയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് 10,000 രൂപ
7,000 രൂപ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ 10 മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റിയിട്ടുണ്ട് എന്നൊരു 10 മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റിയിട്ടുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ഇവിടെ നിന്നും പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. എന്തായാലും അത് ഒരുപക്ഷെ ആശാ വർക്കർമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു നേട്ടം തന്നെയാണ്. ആശാ വർക്കർമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു നേട്ടം തന്നെയാണ് ഈ 10 മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റിയിരിക്കുക എന്നതിൽ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 7,000 രൂപയിൽ നിന്നും ഓണറേറിയം 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയായിട്ട് ഉയർത്തുക. ഈ 2 കാര്യങ്ങളും കൂടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു വ്യക്തമായ ഇടപെടലുകൾ ഉണ്ടാവുമെങ്കിൽ മാത്രമേ ആശാ വർക്കർമാർ ഇപ്പോൾ നടത്തുന്ന ഈ സമരത്തിൽ നിന്നും പിന്മാറുകയുള്ളൂ. 36 ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഈ മാനദണ്ഡങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള നീക്കത്തിലേക്ക് ആരോഗ്യവകുപ്പും സർക്കാരും കടക്കുന്നത്. ഈ വിരമിക്കൽ ആദായം ആയിട്ടുള്ള 5 ലക്ഷം രൂപ, അതോടൊപ്പം തന്നെ ഓണറേറിയം 21,000 രൂപ ആക്കുക, ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഈ ആവശ്യങ്ങളിൽ സംസ്ഥാന സർക്കാരോ ആരോഗ്യവകുപ്പോ വ്യക്തമായിട്ടുള്ളൊരു ഇടപെടൽ അല്ലെങ്കിൽ വ്യക്തമായിട്ടൊരു ചർച്ച കൊണ്ടുവന്നിട്ടില്ല. എന്തായാലും ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ടുള്ള ഈ 2000 ആശാ വർക്കർമാർ പങ്കെടുക്കുന്ന ഈ സമരത്തിൽ ഈ സമരം ഒരുപക്ഷെ സംസ്ഥാന സർക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രതിസന്ധിയായി തന്നെ മാറിയിരിക്കുകയാണ്. ഈ സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് സൗത്ത് ഗേറ്റുകൾ പൂർണ്ണമായി അടച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് അകത്തേക്കുള്ള ഉദ്യോഗസ്ഥരെ മാത്രം ചെക്ക് ചെയ്ത് കടത്തിക്കൊണ്ടുള്ള അങ്ങനെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ മണിക്കൂറുകളായിരുന്നു ഒരുപക്ഷെ സെക്രട്ടേറിയറ്റ് മുന്നിൽ കഴിഞ്ഞു പോയത്. അതിനിടയിലാണ് ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആശാ വർക്കർമാർ അവരുടെ സമര വിജയത്തിലേക്ക് കടക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. എന്തായാലും ഈ പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള ഈ മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റുക. ഈ മാനദണ്ഡങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 50 വീടുകൾ സന്ദർശിച്ചാൽ മാത്രമേ 50 വീടുകൾ, അതോടൊപ്പം തന്നെ കൂട്ടിരിപ്പുകാർ, അതോടൊപ്പം തന്നെ പാലിയേറ്റീവ് കെയർ, ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, അതിദാരിദ്ര്യർ, ഇവരുടെയൊക്കെ ക്ഷേമങ്ങൾ അന്വേഷിക്കുക, അവരുടെ ഡേറ്റ ക്ലിയറൻസ് ചെയ്താൽ മാത്രമേ 50 വീടുകളിലെങ്കിലും കയറിയാൽ മാത്രമേ 1000 രൂപ ഇൻസെന്റീവ് ആയിട്ട് ലഭിക്കുകയുണ്ടായിരുന്നുള്ളൂ. അത്തരത്തിലുള്ള മാനദണ്ഡങ്ങളാണ് എടുത്തു മാറ്റിയിട്ടുള്ളത്. എന്തായാലും ആശാ വർക്കർമാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിജയഘട്ടമാണ്. കാരണം ഉപരോധ സമരം നടത്തുന്ന ദിവസം തന്നെ മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് വന്നിരിക്കുന്നു. രോഹിണി. ശരി ടിൻഡു, ആശമാരുടെ അതിജീവന പോരാട്ടത്തിന് മുന്നിൽ മുട്ടുമടക്കി സംസ്ഥാന സർക്കാർ ഓണറേറിയത്തിനുള്ള മാനദണ്ഡങ്ങൾ പിൻവലിച്ചു. 10 മാനദണ്ഡങ്ങൾ പിൻവലിക്കണമെന്നതായിരുന്നു ആശമാരുടെ പ്രധാന ആവശ്യം. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതി റദ്ദാക്കി. മുനമ്പം കമ്മീഷന് നിയമസാധുതയില്ലെന്നും കോടതി വ്യക്തമാക്കി. കേരള വഖഫ് സംരക്ഷണ വേദി നൽകിയ ഹർജിയിലാണ് നടപടി. അപ്പീൽ നൽകാനാണ് സർക്കാർ തീരുമാനം. വിധിയോട് പ്രതികരിക്കേണ്ടത് സർക്കാരെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പ്രതികരിച്ചു. പൊതുവായ ഭൂമി വിഷയങ്ങളിൽ കമ്മീഷൻ നിയമനം നടത്താൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെങ്കിലും മുനമ്പത്ത് അതിന് സാധിക്കില്ലെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. കാരണം വഖഫ് ട്രൈബ്യൂണലിന്റെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ വസ്തുതാന്വേഷണം നടത്താൻ മറ്റൊരു കമ്മീഷനെ വയ്ക്കാനാകില്ല. കൂടാതെ മുനമ്പത്തെ 104 ഏക്കറോളം ഭൂമി വഖഫ് എന്ന് കണ്ടെത്തിയതുമാണ്. അങ്ങനെയിരിക്കെ സർക്കാർ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ ജുഡീഷ്യൽ കമ്മീഷനായി നിയമിച്ച നടപടി അസാധുവാണെന്നും കമ്മീഷൻ നിയമനം റദ്ദാക്കുന്നുവെന്നുമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. കമ്മീഷൻ നിയമനത്തിൽ സർക്കാർ യാന്ത്രികമായി തീരുമാനമെടുത്തു. മനസ്സിരുത്തിയല്ല ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത്. നിയമനത്തെക്കുറിച്ച് കൃത്യമായ വിശദീകരണം നൽകാൻ സർക്കാരിനായില്ല. വഖഫ് ബോർഡ് തീരുമാനമോ വഖഫ് നിയമമോ സർക്കാർ പരിഗണിച്ചില്ലെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടി. അതേസമയം വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാനാണ് സർക്കാർ തീരുമാനം. മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷനെ സംസ്ഥാന സർക്കാർ നിയമിച്ചത് അധികാരപരിധി മറികടന്നാണെന്ന് ചൂണ്ടിക്കാട്ടി കേരള വഖഫ് സംരക്ഷണ വേദി നൽകിയ ഹർജി അനുവദിച്ചാണ് നിയമനം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത്. ജനം, കൊച്ചി. മുനമ്പം ജനതയോട് സർക്കാർ ഇനിയെങ്കിലും നീതി പുലർത്തണമെന്ന് ഭൂസംരക്ഷണ സമരസമിതി. നീതി നടപ്പിലാക്കിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും സമരസമിതി അംഗങ്ങൾ. സർക്കാർ അപ്പീലിന് പോകുന്നത് മുഖവിലക്കെടുക്കുന്നില്ലെന്നും സമരസമിതി അംഗങ്ങൾ വ്യക്തമാക്കി. മുനമ്പത്തെ ഭൂമി തർക്കം പരിഹരിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മീഷനെ ഹൈക്കോടതി റദ്ദാക്കിയ സാഹചര്യത്തിൽ ഇനി അപ്പീലിന് പോവുകയല്ല സർക്കാർ ചെയ്യേണ്ടതെന്നും ഭൂമി അവകാശികൾക്ക് പതിച്ചു നൽകുകയാണ് വേണ്ടതെന്നും സമരസമിതി അംഗങ്ങൾ പറഞ്ഞു. സമരം വളരെ സ്ട്രോങ് ആണ്. ഈ കമ്മീഷൻ വന്നപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു കമ്മീഷന്റെ ആവശ്യമില്ല, ഗവൺമെന്റ് പരിഹരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് വഖഫ് മന്ത്രി പറഞ്ഞത് ഒരു കമ്മീഷൻ മുഖാന്തരമല്ല ഇങ്ങനെ ഉണ്ടായത്, അടുത്ത കമ്മീഷൻ മുഖാന്തരം നമുക്ക് ഈ വിഷയം തീർക്കാം എന്നാണ് വഖഫ് മന്ത്രിയും പറഞ്ഞത്. അന്ന് ഞങ്ങളുടെ പിതാക്കന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെയാണ് ഞങ്ങൾ അറിയുന്നത് നിസാർ കമ്മീഷൻ ഇതൊരിക്കലും വഖഫാണെന്ന് പറഞ്ഞിട്ടില്ല. നിസാർ കമ്മീഷന്റെ കണ്ടെത്തലാണ് ഇത് വഖഫ് എന്നാണ് വഖഫിന്റെ CEO ജമാൽ സാർ പറഞ്ഞത്. എൻക്വയറി കമ്മീഷന്റെ കണ്ടെത്തലാണ് വഖഫ് ഭൂമിയാണെന്ന്. നിസാർ കമ്മീഷൻ അങ്ങനെ കണ്ടെത്തിയിട്ടില്ല, ഇത് വഖഫ് ഭൂമി എന്ന് കണ്ടെത്തിയിട്ടില്ല.
ഒരു കോടതിയും ഇത് വക്കപ്പാണെന്ന് കണ്ടെത്തിയിട്ടില്ല. പിന്നെ ഇവിടെ എന്താണ് സംഭവിച്ചേക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. മുനമ്പം ജനതയോട് സർക്കാർ ഇനിയെങ്കിലും നീതി പുലർത്തണമെന്നും അല്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും അംഗങ്ങൾ വ്യക്തമാക്കി. സർക്കാർ അപ്പീൽ പോയിക്കോട്ടെ, ഞങ്ങൾക്ക് ഇനി ആ അപ്പീലിന്റെ പുറകെ നടക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം ദിവസങ്ങൾ അതിക്രമിച്ചു, സമരങ്ങൾ ചൂട് മൂത്തിട്ട് ഇരിക്കാൻ പറ്റാണ്ടും 20 പേര് 25 പേര് 70 പേരും വിറ്റൊക്കെ ഇപ്പോഴും ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. സമരസമിതി യോഗം ചേർന്ന് തുടർ സമര പരിപാടികൾ തീരുമാനിക്കുമെന്നും അംഗങ്ങൾ കൂട്ടിച്ചേർത്തു. ജനം, കൊച്ചി. മുനമ്പം വിഷയത്തിൽ പ്രശ്ന പരിഹാരത്തെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ടത് സർക്കാരാണെന്ന് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. സർക്കാരാണ് കമ്മീഷനെ നിയോഗിച്ചത്. സർക്കാർ ഏൽപ്പിച്ച ഉത്തരവാദിത്വം മാത്രമാണ് താൻ നിർവഹിച്ചതെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ജനം ടിവിയോട് പ്രതികരിച്ചു. കിരൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുൻപത്തെ പ്രശ്നപരിഹാരത്തിനായി സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്ന ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ സാർ നമ്മോടൊപ്പം ചേരുകയാണ്. സാർ, എങ്ങനെയാണ് ഈ ഹൈക്കോടതി ഉത്തരവിനെ നോക്കിക്കാണുന്നത്? കമ്മീഷൻ നിയോഗിച്ചത് ഗവൺമെൻറ്റാണ്. കമ്മീഷൻ്റെ നിയമന സാധ്യതയെ ചോദ്യം ചെയ്ത് കേസ് വന്നപ്പോൾ അഡ്വക്കേറ്റ് ജനറലെ വെച്ച് ഗവൺമെൻറ് ഗൗരവമായിട്ട് കേസ് നടത്തി. ഇനി വിധി പരിശോധിച്ച് അനന്തര നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. കമ്മീഷൻ വ്യക്തിപരമായിട്ട് ഇതിനകത്തൊരു അഭിപ്രായമില്ല. ഞാൻ വിധി കണ്ടിട്ടില്ല, വായിച്ചിട്ടുമില്ല. അപ്പോൾ വിധി ഗവൺമെൻറ് ഇപ്പം ഞാൻ റിപ്പോർട്ട് കണ്ടു, TV-യിൽ എന്താ റിപ്പോർട്ട് കണ്ടു, ഗവൺമെൻറ് അപ്പീൽ കൊടുക്കുന്നതായിട്ട്. ഗവൺമെൻറ്റിൻ്റെ തീരുമാനം ലോ മിനിസ്റ്റർ അഡ്വക്കേറ്റ് ജനറലൊക്കെ ആയിട്ട് ആലോചിച്ച് തീരുമാനിക്കും ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ് അപ്പീൽ കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ വിധിയെ ആശ്രയിച്ചിരിക്കും പിന്നെ എന്താ ചെയ്യണമെന്നുള്ളത്. കമ്മീഷൻ്റെ പ്രവർത്തനം ഏതായാലും കോടതി കേസ് വന്നപ്പോൾ കമ്മീഷൻ്റെ പ്രവർത്തനം തൽക്കാലത്തെ നിർത്തിവെച്ചേക്കുവാണ്. ഗവൺമെൻറ് അത് മനസ്സിലാക്കി ഗവൺമെൻറ് കമ്മീഷൻ്റെ കാലാവധി മെയ് 31 വരെ നീട്ടിയായിരുന്നു. അപ്പോൾ കമ്മീഷൻ ഈ ജഡ്ജ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇപ്പോൾ കമ്മീഷൻ്റെ നിയമനത്തിനെ അസാധുവായിട്ട് കോടതി തീരുമാനിച്ചപ്പോൾ ഇനി ഗവൺമെൻറ് അതിൽ തീരുമാനമെടുക്കും. ഗവൺമെൻറ്റിന് ജഡ്ജ്മെൻറ്റ് അംഗീകരിക്കാം, ഗവൺമെൻറ്റിന് അതിന് മുകളിൽ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് കൊടുക്കാം. അപ്പോൾ ഗവൺമെൻറ് അപ്പീൽ കൊടുക്കുന്നതായിട്ട് ഞാൻ ഇപ്പോൾ റിപ്പോർട്ട് കണ്ടു. എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഗവൺമെൻറ്റാണ് തീരുമാനമല്ല എടുക്കേണ്ടത്. ഞാൻ കോടതി വിധി ഗവൺമെൻറ്റിനും എനിക്കും എല്ലാം ഒരുപോലെ ബാധകമാണ്. അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകണമെങ്കിൽ പുതിയ വല്ല ഈ ജഡ്ജ്മെൻറ്റിനെ മറികടക്കുന്ന വല്ല ഡിവിഷൻ ബെഞ്ച് ജഡ്ജ്മെൻറ്റും വരണം, അല്ലെങ്കിൽ ഞാൻ പ്രവർത്തനം നിർത്തും. ഈ മുനമ്പത്ത് ഒരു കമ്മീഷനെ നിയോഗിച്ചപ്പോൾ തന്നെ അവിടുത്തെ ജനങ്ങൾ വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് കണ്ടിരുന്നത്. കമ്മീഷൻ്റെ പ്രവർത്തനം ആദ്യഘട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോഴും വലിയ പ്രതീക്ഷകളായിരുന്നു. എങ്ങനെയായിരുന്നു പ്രവർത്തനം മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഉടനെ തന്നെ ഈ കാര്യത്തിൽ ഒരു പ്രശ്നപരിഹാരത്തിന് ഉള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകാനായിട്ട് കമ്മീഷന് സാധിക്കുമായിരുന്നു? അല്ല, കമ്മീഷന് തീർച്ചയായിട്ടും എന്തെങ്കിലും മാർഗനിർദ്ദേശം നൽകാൻ സാധിച്ചേനെ. പക്ഷേ കമ്മീഷൻ്റെ തീരുമാനങ്ങൾ എന്തായിരിക്കും, എന്തെല്ലാം ശുപാർശ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഞാൻ 2 മാസം ഇതിൻ്റെ പ്രവർത്തനം നടത്തി, ബന്ധപ്പെട്ട കക്ഷികളെ കേട്ടു, രേഖകൾ മേടിച്ചു, ഗവൺമെൻറ്റിൻ്റെ ഭാഗം കേട്ടു. ഇനി ഞാനത് പഠിച്ച് റിപ്പോർട്ട് കൊടുത്താൽ മതി. പക്ഷേ ഞാനതിനെക്കുറിച്ച് ഗൗരവമായിട്ട് പഠിച്ച് റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ കോടതി കേസ് വന്നു. അപ്പോൾ തൽക്കാലം പ്രവർത്തനം നിർത്തിവെച്ചു. ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരണമെങ്കിൽ ഈ ജഡ്ജ്മെൻറ്റ് മറികടന്ന് വേറൊരു ജഡ്ജ്മെൻറ്റ് വരണം, ഡിവിഷൻ ബെഞ്ചിൻ്റെ. ഈ ഹൈക്കോടതിയുടെ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട് സർക്കാരിന് കൃത്യമായിട്ട് വാദഗതികൾ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു കാര്യമാണ്. അതിനോട് എങ്ങനെയാണ് സർക്കാരിന് കൃത്യമായി ഈ കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് അത്? അല്ല, ഞാനത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അഡ്വക്കേറ്റ് ജനറലാണ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ അഡ്വക്കേറ്റ് ഹൈക്കോടതിയിൽ. അദ്ദേഹം കേസ് ഗൗരവമായിട്ട് നടത്തിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല, കോടതി വാദമൊന്നും ഞാൻ കേട്ടതോ അതുപോലെ കോടതിയിലെ നിരീക്ഷണങ്ങളൊന്നും ജഡ്ജ്മെൻറ്റോ ഞാൻ വായിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല, എനിക്കറിയില്ല ഒന്നും. ഇനി എങ്ങനെയാണ് സർക്കാർ അപ്പീൽ പോകുന്ന സമയത്ത് ഈ പ്രവർത്തനം സർക്കാർ അപ്പീൽ പോകുന്ന സമയത്തും പ്രവർത്തനം നടത്തില്ല. ഈ വിധി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുത്താൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ തീരുമാനം ആശ്രയിച്ചിരിക്കും കമ്മീഷൻ്റെ പ്രവർത്തനം. അതായത് ഒരു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി ഗവൺമെൻറ്റിനും കമ്മീഷനും ഒക്കെ ബാധകമാണ്, ബൈൻഡിങ് ആണ്. അത് നമുക്ക് അത് നടപ്പാക്കാൻ ചുമതലയുണ്ട്. പക്ഷേ ആ ജഡ്ജ്മെൻറ്റും മറികടന്നാൽ അതനുസരിച്ച് വിധിക്കും. കോടതി വിധി അന്തിമമായ കോടതി വിധി അനുസരിച്ച് വേണം കമ്മീഷൻ്റെ പ്രവർത്തനം ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ. നേരത്തെ തന്നെ ഈ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി വന്ന സമയത്ത് തന്നെ താൽക്കാലികമായി പ്രവർത്തനം നിർത്തിവെച്ചിരുന്നു കമ്മീഷൻ്റെ. ഹൈക്കോടതിയിൽ കമ്മീഷൻ്റെ നിയമനത്തെ ചോദ്യം ചെയ്ത് കേസ് വന്നപ്പോൾ കമ്മീഷൻ പ്രവർത്തനം തൽക്കാലത്തിൽ നിർത്തിവെച്ചു. കാരണം അത് ശരിയല്ല. ഒരു കോടതിയിൽ
ഒരു കമ്മീഷൻ്റെ നിയമനത്തിനെ ചോദ്യം ചെയ്ത് കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കമ്മീഷൻ മുമ്പോട്ട് പോയി റിപ്പോർട്ട് ഫയൽ ചെയ്തത് തെറ്റായ നടപടിയാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് മുമ്പോട്ട് പോയില്ല. ഈ കോടതി വിധി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഈ കുറച്ച് നാളത്തെ പ്രവർത്തനങ്ങൾക്കിടയിൽ തന്നെ എങ്ങനെയാണ് സാറിന് അതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ മുനമ്പത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉടമസ്ഥ അവകാശങ്ങളെ സംബന്ധിച്ച് എത്രമാത്രം പരാതികൾ ലഭിച്ചിരുന്നു, എന്തുമാത്രം രേഖകൾ പരിശോധിക്കാൻ സാധിച്ചിരുന്നു? അല്ല, അത് 700-800 ആൾക്കാർ, 1000 ആൾക്കാരുടെ പ്രശ്നങ്ങളാണ്. സ്ഥലവാസികളുണ്ട്, വ്യവസായികളുണ്ട്, എല്ലാവരും ഉണ്ട്, തലമുറകളായിട്ട് അവിടെ താമസിക്കുന്നവരുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അതിന് എന്താണൊരു പരിഹാരം എന്ന് നിർദ്ദേശിക്കാനും ഗവൺമെൻറ് പറഞ്ഞിരുന്നത്. അതിനെക്കുറിച്ച് പഠിച്ചൊരു തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ കോടതി ഇടപെട്ട് കേസിലായി. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ കമ്മീഷൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ സാധിക്കുന്നില്ല. ഏതായാലും കോടതി ഇനി വിധി അംഗീകരിക്കുകയാണെങ്കിൽ കമ്മീഷൻ ഗവൺമെൻറ് ക്ലോസ് ചെയ്യും. സർക്കാർ അപ്പീൽ കൊടുത്താൽ അതിൻ്റെ വിധി അനുസരിച്ചിരിക്കും ഭാവി പരിപാടികൾ. ഏതായാലും വളരെയധികം നന്ദി. ഏതായാലും ഇനിയുള്ള അപ്പീൽ, അതായത് സർക്കാർ നൽകുന്ന അപ്പീൽ അനുസരിച്ച് മാത്രമായിരിക്കും തുടർ പ്രവർത്തനങ്ങൾ എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ക്യാമറമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം കിരൺകുമാർ, ജനം, കൊച്ചി. മുനമ്പം കമ്മീഷൻ റദ്ദാക്കൽ പിണറായി വിജയന്റെ മുഖത്തേറ്റ ഏറ്റവും വലിയ പ്രഹരമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കമ്മീഷൻ ശരിയല്ലെന്ന് BJP അന്നേ പറഞ്ഞതാണ്. ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. തലസ്ഥാനത്ത് BJP നേതൃയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ. വഖഫ് ഭൂമി എന്ന് കരുതി ഭൂമി വെട്ടിപ്പിടിക്കാമെന്ന് ആരും കരുതേണ്ടെന്ന് BJP നേതാവ് PC ജോർജ്. മുനമ്പം വിഷയത്തിൽ ആശങ്ക വേണ്ടെന്നും മുഴുവൻ കുടുംബങ്ങളുടെയും ആവശ്യം കേന്ദ്രം പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുനമ്പം കമ്മീഷനിൽ പിണറായിയുടേത് മഠേത്തരമാണെന്നും കമ്മീഷനെ നിയമിച്ചത് നിയമാനുസൃതമായിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുനമ്പത്തെ പ്രശ്നം പരിഹരിച്ചേ പറ്റൂ, അവിടുത്തെ ജനങ്ങൾക്ക് ഭൂമി കൊടുത്തേ പറ്റൂ, യാതൊരു സംശയമില്ല. അതിനുള്ള എല്ലാ നടപടികളും BJP നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതോടൊപ്പം കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് അതിന് അനുകൂലമായ തീരുമാനം ഉണ്ടാവും, ഒരു സംശയം. അതായത് കേന്ദ്ര ഗവൺമെൻറ് അധികാരത്തിൽപ്പെട്ട കാര്യം പിണറായി വിജയൻ ഏറ്റെടുക്കാൻ പറ്റും. പിണറായി വിജയൻ ഇതിപ്പോൾ ഒരു മഠയത്തരം കാണിക്കാനല്ല. കാരണം മുനമ്പ് വിഷയത്തിൽ അവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് ഭൂമി കൊടുത്തേ മതിയാവും. അത് മസ്റ്റാണ്, അതിനാർക്കും തർക്കമില്ല. സർക്കാരിന്റെ വീഴ്ച കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വിധിയുണ്ടായതെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. നടപടികൾ വെച്ച് താമസിപ്പിക്കരുതെന്നും ഉടൻ പരിഹാരമുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. മുനമ്പം വിഷയത്തിൽ ഹൈക്കോടതി വിധിയെ പരിഹസിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിയമസാധുതയില്ലെന്ന് പറഞ്ഞ കോടതി തന്നെ ഇനി എന്തു വേണമെന്ന് തീരുമാനിക്കട്ടെ എന്നായിരുന്നു പ്രതികരണം. എന്തിനാണ് അപ്പീൽ പോകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ഇപ്പോൾ നിയമ അർഹതയില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്താണ് കോടതിയുടെ അംഗീകാരത്തോടുകൂടി ഈ കാര്യം സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വേണ്ടത് എന്ന് കോടതി പറയട്ടെ. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഓൾ ഇന്ത്യ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഡൽഹിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ മുന്നണിയിലെ കക്ഷികളും. അതേസമയം ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ഇത്തരം പ്രതിഷേധമെന്ന് വഖഫ് JPC ചെയർമാൻ ജഗദാംബിക പാൽ വിമർശിച്ചു. വഖഫ് ഭേദഗതി ബിൽ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ പാസാക്കാനിരിക്കെയാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഡൽഹി ജന്തർ മന്ദറിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കോൺഗ്രസും ഇടത് പാർട്ടികളും TMCയും തുടങ്ങി ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളെല്ലാം പ്രതിഷേധത്തിന്റെ ഭാഗമായി. അസദുദ്ദീൻ ഒവൈസി ഉൾപ്പെടെ തീവ്ര ഇസ്ലാമിക നിലപാട് സ്വീകരിക്കുന്ന നേതാക്കൾ വേദിയിലുണ്ടായിരുന്നു. CAAക്കെതിരെ നടന്നതിന് സമാനമായി വലിയ പ്രക്ഷോഭം രാജ്യവ്യാപകമായി നടത്തുമെന്ന് മുസ്ലിം ലീഗ് MP ET മുഹമ്മദ് ബഷീർ പ്രതികരിച്ചു. പാർലമെന്റ് കണ്ടത് വെച്ച് ഏറ്റവും ശക്തമായ പ്രതിഷേധം പാർലമെന്റിനകത്ത് തന്നെ ചെയ്യും. രണ്ട്, ഈ പറഞ്ഞതുപോലെ നിയമത്തിൻ്റെ വഴികളും ഞങ്ങൾ തേടും. വിദഗ്ധന്മാരുമായിട്ട് സംസാരിച്ച് നിയമത്തിൻ്റെ വഴികൾ തേടും. അതോടൊപ്പം തന്നെ രാജ്യവ്യാപകമായി പടർന്നു പിടിക്കുന്ന പ്രക്ഷോഭം ഇതിന്റെ ഫലമായിട്ട് കൊണ്ടുവരും. അതേസമയം മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ പ്രതിഷേധത്തെ വിമർശിച്ച് വഖഫ് JPC അധ്യക്ഷൻ ജഗദാംബിക പാൽ രംഗത്തെത്തി. ജനങ്ങളിൽ ആശയക്കുഴപ്പവും ഭിന്നിപ്പും ഉണ്ടാക്കാനാണ് ഇത്തരം പ്രതിഷേധങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് ജഗദാംബിക പാൽ പ്രതികരിച്ചു. किस सवाल पे आज जंतर मंतर पे ऑल इंडिया मुस्लिम पर्सनल लॉ बोर्ड हो, जमायत उलमा हिंद हो या ओवैसी की पार्टी AIMM हो या विपक्ष की पार्टियों को नेताओं को बुलाया जा रहा है? ये केवल सियासी तकरार है, लोगों के मन में गुमराह किया जा रहा है. सरकार के प्रति केवल एक विरोध करने के लिए कहा जा रहा है. ഭൂമാഫിയയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ് ബില്ലിനെതിരെ തെരുവിൽ വന്നതെന്ന് BJP ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുക്കും പ്രതികരിച്ചു. ജനം.
ഡൽഹി. വൻ കുതിച്ചുചാട്ടത്തിനൊരുങ്ങി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. 2028 ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്ന് അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസി മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട്. രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകാനുള്ള യാത്രയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 2028 ആകുമ്പോഴേക്കും ജർമ്മനിയെ മറികടന്ന് ഭാരതം ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നാണ് അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസിയായ മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. സജീവമായ ഉപഭോക്തൃ വിപണി, ആഗോളോൽപാദനത്തിലെ മികച്ച പങ്കാളിത്തം, നിക്ഷേപത്തിന് അനുകൂല സൗകര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് രാജ്യത്തിന്റെ സാമ്പത്തിക മുന്നേറ്റത്തിന് കാരണമെന്നും മോർഗൻ സ്റ്റാൻലി ചൂണ്ടിക്കാട്ടി. 2023 $3.5 ലക്ഷം കോടി സമ്പദ് വ്യവസ്ഥ. 2026 4.7 ലക്ഷം കോടിയായി ഉയരുമ്പോൾ ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയാകും ഭാരതം. 2028 5.7 ലക്ഷം കോടി വികസിക്കുന്നതോടെ ജർമ്മനിയെ പിറകിലാക്കി ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥ മൂന്നാമതെത്തുമെന്നും റിപ്പോർട്ടിൽ കണക്കുകൾ സഹിതം പറയുന്നുണ്ട്. ലോക GDP-യിലുള്ള പങ്ക് ഉയരും. കൊറോണ വ്യാപനത്തിന് ശേഷമുള്ള ഏറ്റവും ആകർഷകമായ വില നിലവാരത്തിലേക്ക് ഇന്ത്യയിലെ ഓഹരി വിലകൾ എത്തുമെന്നും മോർഗൻ സ്റ്റാൻലി വ്യക്തമാക്കുന്നു. പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ ഇറക്കുമതി കുറച്ചുകൊണ്ട് ഉൽപാദനശേഷിയും കയറ്റുമതിയും വർദ്ധിപ്പിക്കുമെന്നും ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകാനുള്ള യാത്രയിലാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി. തമിഴ്നാട്ടിൽ മദ്യനയ അഴിമതിക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് BJP. ചെന്നൈയിൽ പ്രതിഷേധത്തിനെത്തിയ അണ്ണാമലൈ, തമിഴിസൈ സൗന്ദരരാജൻ തുടങ്ങിയ നേതാക്കളെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തു. സമരത്തെ അടിച്ചമർത്താനാണ് DMK സർക്കാർ ശ്രമിക്കുന്നതെന്നും 1000 കോടി രൂപയുടെ അഴിമതി നടന്നതായും അണ്ണാമലൈ വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്നതിന് സമാനമായി തമിഴ്നാട്ടിൽ മദ്യവിതരണശാലകൾ അനുവദിക്കുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. മന്ത്രി സെന്തിൽ ബാലാജിയും മുഖ്യമന്ത്രി സ്റ്റാലിനുമാണ് അഴിമതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്നും ആരോപണം നേരിടുന്നവർ രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് BJP പ്രതിഷേധം ശക്തമാക്കിയത്. ചെന്നൈയിൽ പ്രതിഷേധ പരിപാടിക്കായി വീട്ടിൽ നിന്നിറങ്ങവേ BJP നേതാവ് തമിഴിസൈ സൗന്ദരരാജനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കിയാണ് പോലീസ് നടപടി. സമരവുമായി മുൻപോട്ടു പോകുമെന്നും പോലീസ് അനാവശ്യ പ്രശ്നമുണ്ടാക്കുകയാണെന്നും തമിഴിസൈ സൗന്ദരരാജൻ പ്രതികരിച്ചു. See, near my house itself, they are arresting. They are telling they are allowing me. I won't go separately. I wanted everyone to come with me. So they agada poranga. Appo ellarum kootit ponom. നിരവധി നേതാക്കളെ പോലീസ് വീട്ടുതടങ്കലിലാക്കി. സമരം അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും 1000 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നും തമിഴ്നാട് BJP അധ്യക്ഷൻ അണ്ണാമലൈ വ്യക്തമാക്കി. സമരം ശക്തമായി തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. தமிழ்நாட்டிலும் இடி தன்னுடைய முழு அறிக்கையை தாக்கல் செய்து முடிக்கும் பொழுது முதலமைச்சர் அக்யூஸ் நம்பர் 1 இருப்பார் என்பது என்னுடைய ஆணித்தரமான நம்பிக்கை. இல்லீகல் ரூட்ல 40% மேல சரக்கு வைக்கிறீங்க, அதுல வரக்கூடிய பணத்துல தான் நீங்க ஆட்சியை நடத்துறீங்கறதா நம்முடைய குற்றச்சாட்டு. இல்லை என்று சொன்னால் வெள்ளை அறிக்கை தாக்கல் செய்யுங்கன்னே. അഴിമതി കള്ളപ്പണ ഇടപാടിൽ അറസ്റ്റിലായ സെന്തിൽ ബാലാജിയെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടൻ വീണ്ടും മന്ത്രിയാക്കിയത് മുഖ്യമന്ത്രി സ്റ്റാലിനും ഈ അഴിമതികളിൽ പങ്കുള്ളതുകൊണ്ടാണെന്നും BJP ആരോപിച്ചു. ജനം, ഡൽഹി. UP-യിൽ 9 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതി പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടു. സ്റ്റേഷനിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് വെടിയുതിർത്തത്. ഹത്രാസിലാണ് സംഭവം. के संबंध में अभियोग पंजीकृत किया गया था और वो अज्ञात में था. इस संबंध में संदिग्ध व्यक्ति की शिनाख्त कर उस आरोपी को गिरफ्तार किया गया और जिसका नाम अमन पुत्र चांद खा है. और आज जब उसको माननीय कोर्ट के समक्ष प्रस्तुत करने हेतु उसके पूर्व जो निर्धारित प्रक्रिया है जिसमें हम उसको मेडिकल जांच के लिए ले जाते हैं, वहाँ हमारी टीम उसको लेके गई थी. वहाँ से वापसी में जब कोर्ट जा रहे थे तो नगला कोंडा के पास उस अभियुक्त ने यूरिनेट करने की, बाथरूम जाने के लिए कहा. चौकी इंचार्ज बिसावर उसके साथ उतरे और उसको जब वो वहां पे ले गए तो अचानक से फिर उसने चौकी इंचार्ज का जो सरकारी पिस्टल है उसको छीन कर फायर कर दिया, जिससे कि एक गोली जो है कि वो जो हमारी पुलिस जीप है हमारी थाने की उस पे जाके हिट हो गई. तुरंत प्रभारी निरीक्षक सादाबाद ने उसका काउंटर किया आत्मरक्षा, क्योंकि उसने पुलिस टीम पे फायर किया था, जिससे कि अभियुक्त अमन पुत्र चांद खा के दाहिने पैर में गोली लगी है और वो उसको इस समय डिस्ट्रिक्ट हॉस्पिटल भेजा गया है. इस संबंध में आवश्यक विधिक कार्रवाई की जा रही है. വടക്കൻ കശ്മീരിലെ ഹദ്വാരയിൽ ഭീകരനെ വധിച്ച സുരക്ഷാ സേന. ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിനിടെയാണ് ഭീകരനെ വകവരുത്തിയത്.
ഇയാളുടെ പക്കൽ നിന്നും AK-47 റൈഫിളും ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. സമീപത്തെ സ്കൂളിൽ 2 ഭീകരരെ വളഞ്ഞതായാണ് വിവരം. നേരത്തെ പ്രദേശം വളഞ്ഞ് തിരച്ചിൽ നടത്തിയിരുന്നു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഭീകരർ വെടിയുതിർത്തത്. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റ്യൻ ലെക്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് ലെക്സൺ ഭാരതത്തിലെത്തിയത്. ഇന്ന് വൈകിട്ട് ആരംഭിക്കുന്ന റെയ്സിന ഡയലോഗിൽ ലെക്സൺ മുഖ്യ അതിഥിയാകും. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, അല്പസമയം മുമ്പാണ് ക്രിസ്റ്റഫർ ലെക്സണുമായുള്ള കൂടിക്കാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഹൈദരാബാദ് വൈസിൽ നടന്നത്. ഈ കൂടിക്കാഴ്ചയിൽ വളരെ സുപ്രധാനമായ നിരവധി ഘടകങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 5 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ ക്രിസ്റ്റഫർ ലെക്സൺ വലിയൊരു പ്രതിനിധി സംഘത്തെയുമായാണ് എത്തിയിരിക്കുന്നത്. നിരവധി വ്യവസായികളെയും അതുപോലെ തന്നെ അനുബന്ധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധി നിക്ഷേപകർ ഉൾപ്പെടെയുള്ള വലിയൊരു സംഘത്തെയുമായാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൻതോതിലുള്ള, അതായത് നേരത്തെ അല്പമെങ്കിലും പിന്നാക്കം പോയ അല്ലെങ്കിൽ തളർന്നു പോയ ഒരു ബന്ധത്തെ കൂടുതൽ ശക്തമാക്കുക എന്ന കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് എന്നത് തെളിയിക്കുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ തന്നെ വിദേശകാര്യമന്ത്രിയുമായും അതുപോലെ തന്നെ മറ്റ് അദ്ദേഹത്തിന്റെ തന്നെ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലുമായൊക്കെ ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള ചർച്ചകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ വിശാലമായ ഒരു ചർച്ചയ്ക്കും തുറന്ന ചർച്ചകൾക്കുമുള്ള സാധ്യതയാണ് ഹൈദരാബാദ് ഹൗസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ തെളിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, വിദേശകാര്യ മന്ത്രാലയവും ഒബ്സർവേഷൻ റിസർച്ച് ഫൗണ്ടേഷനും ചേർന്ന് നടത്തുന്ന റെയ്സിന ഡയലോഗിന്റെ 10ാം പതിപ്പിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതിൽ മുഖ്യ അതിഥിയും അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷകനുമായാണ് ക്രിസ്റ്റഫർ പങ്കെടുക്കുന്നത്. ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അന്തർദേശീയ നയരൂപീകരണത്തിലുള്ള കൃത്യമായ ധാരണയിൽ ഏത് രീതിയിൽ പ്രവർത്തിക്കാൻ ന്യൂസിലാൻഡ് തയ്യാറാകുന്നു എന്നത് സംബന്ധിച്ചുള്ള വിശദമായ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ വിശദമായ ഒരു നിഗമനം തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു പാർട്ടിസിപ്പേഷൻ ആയിരിക്കും ആ ചർച്ചകളിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ആ കോൺഫറൻസിൽ ഉണ്ടാവുക എന്നാണ് ഈ ഡയലോഗിൽ ഉണ്ടാവുക എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു പ്രധാനമായ ഒരു ഘടകം, ന്യൂസിലാൻഡിലെ 3ാമത്തെ ഏറ്റവും ശക്തമായ സമൂഹം, എത്തനിക് സമൂഹം ഭാരതീയ ഒറിജിനുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വിഷയങ്ങളെല്ലാം തന്നെ ഒരു സാംസ്കാരിക വിനിമയത്തിന്റെ ഭാഗമായുള്ള ചർച്ചകളും നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ന്യൂസിലാൻഡിനെ നമുക്കറിയാവുന്നതാണ്, വിവിധങ്ങളായ സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ വൻതോതിൽ മുന്നേറ്റം നേടിയൊരു രാജ്യമാണ്. സ്വാഭാവികമായും ഭാരതത്തിന്റെ ഈ ഡിജിറ്റൽ ഇന്ത്യ പോലുള്ള സംവിധാനങ്ങൾ, ഡിജിറ്റലൈസേഷൻ, ആരോഗ്യ പ്രശ്ന സംവിധാനങ്ങളുടെ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനെല്ലാം തന്നെ വലിയ പിന്തുണ ന്യൂസിലാൻഡിനെ ഭാരതത്തിന് നൽകാനാകുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. രോഹിണി. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP വൻ മുന്നേറ്റമുണ്ടാക്കുമെന്ന് കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ. പുതിയ നേതൃത്വത്തിന് മുന്നിൽ വലിയ ഉത്തരവാദിത്വമാണുള്ളത്. മുനമ്പം വിഷയത്തിൽ സാധാരണക്കാർക്ക് നീതി ലഭിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. യുവാക്കളിൽ ആക്രമണ സ്വഭാവം വർദ്ധിക്കുന്നതിന് ലഹരി കാരണമാകുന്നുവെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. ലഹരിക്ക് അടിമപ്പെട്ട യുവാക്കളെ കണ്ടെത്തി ചികിത്സയ്ക്ക് എത്തിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന അക്രമോത്സുകതയ്ക്ക് വിവിധ കാരണങ്ങളുണ്ട്. ലഹരിയുടെ ഉപയോഗം ഇതിനൊരു കാരണമാണ്. ഇതിൻ്റെ കേരളത്തിലേക്കുള്ള കടന്നുവരവിനെ പോലീസും എക്സൈസ് വകുപ്പും കർക്കശമായി തടയുന്നുണ്ട്. മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയുന്നതിനായി കർമ്മ പദ്ധതികൾ പോലീസ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. പോലീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗിച്ച ശേഷം SRB പോലീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗിച്ച ശേഷം കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാകുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഇതിനു പുറമെ ലഹരിക്ക് അടിമപ്പെട്ട യുവാക്കളെയും മറ്റും കണ്ടെത്തി ലഹരി വിമുക്തി കേന്ദ്രങ്ങളിലെത്തിച്ച് ആവശ്യമായ കൗൺസിലിങ്ങും ചികിത്സയും നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. ലഹരിമുക്ത കായംകുളം പദ്ധതിയുമായി കായംകുളം പോലീസ്. ലഹരിക്കെതിരെയുള്ള ലഹരിമുക്ത കായംകുളം എന്ന വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ആയിരക്കണക്കിന് പേരാണ് ഒന്നിച്ചത്. കായംകുളം DYSP N ബാബുക്കുട്ടന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കൂട്ടായ്മയിൽ ഭൂരിഭാഗവും യുവാക്കളാണ്. ലഹരിക്കെതിരായ വാട്സപ്പ് കൂട്ടായ്മയിൽ ഒന്നിച്ചവരിൽ ഭൂരിഭാഗവും യുവാക്കളാണ്. ഈ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ വഴി സമൂഹത്തിൽ നിന്നും ലഹരിയെ വേരോടെ പിഴുതെറിയാൻ സാധിക്കുമെന്ന് കായംകുളം DYSP ബാബുക്കുട്ടൻ പറഞ്ഞു. ലഹരിമുക്ത കായംകുളം എന്ന ഒരു പദ്ധതിയുമായി നമ്മുടെ കായംകുളം പോലീസ് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 1500 പേരോളം
നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമായിട്ടുണ്ട്. വലിയൊരു പദ്ധതിക്കാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നമ്മുടെ കായംകുളം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഇത്തരത്തിലുള്ള ലഹരിക്ക് അടിമകളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുകയും അവരെ രക്ഷിക്കുകയും അതുപോലെ തന്നെ പുതുതലമുറ അതിൽ വരാതിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നമ്മൾ വിവിധ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ അതിർത്തിയുടെ എല്ലാ മേഖലകളിലും കേന്ദ്രീകരിച്ച് ശ്രദ്ധയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട അവയർനെസ് ഒക്കെ നൽകാനാണ് ഈ പദ്ധതി നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അതിന് എല്ലാവരുടെ സഹകരണങ്ങളും നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 23-ാം തീയതി നടക്കുന്ന ആലോചന യോഗത്തിൽ വിവിധങ്ങളായ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും വരും. അതിനെ എല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾ 2025-26 ആ ഒരു അധ്യയന വർഷം പോലെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ആ അധ്യയന വർഷത്തിൽ നമ്മൾ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് അന്ന് അവിടെ നമ്മൾ ആലോചിക്കും. അതനുസരിച്ചുള്ള പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. ലഹരിമുക്ത കായംകുളം എന്ന ആശയവുമായി മുന്നിട്ടിറങ്ങിയപ്പോൾ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ളവർ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നു. നമ്മുടെ നാടിനെ കവർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരായ ഒരു പോരാട്ടത്തിലാണ് കായംകുളം നഗരം. കായംകുളത്തെ സന്നദ്ധ സാമൂഹിക പ്രവർത്തകരും റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തകരും ഈ നാട്ടിലെ വിവിധ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരും എല്ലാം ഒന്നിക്കുന്ന ഒരു വലിയ സംഗമം ഈ മാസം 23-ാം തീയതി വൈകിട്ട് 3 മണിക്ക് കായംകുളം TA കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുകയാണ്. ഈ ഒരു ലഹരിക്കെതിരായ ഈ നാടിനെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ നിങ്ങൾ എല്ലാവരും ഇതിൽ പങ്കുചേരണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ലഹരിമുക്ത കായംകുളം എന്നുള്ള രീതിയിൽ ഒരു ക്യാമ്പയിൻ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടല്ലോ. അതിന് സർപ്രൈസിംഗ് ആയിട്ടുള്ള വളരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ. അതിന് ഒരു നീതിന്യായ വ്യവസ്ഥ മുഴുവൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പോലീസ് സേന നമ്മുടെ കൂട്ടത്തിലുണ്ട്. എക്സൈസ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. പറയാനുള്ളത് രാഷ്ട്രീയ പാർട്ടികളോടാണെന്നുണ്ടെങ്കിലും മതമേലധ്യക്ഷന്മാരുടെ കൂടെയാണെന്നുണ്ടെങ്കിലും ഒരു കാരണവശാലും ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യങ്ങളിലും ഈ ചുക്കാൻ പിടിക്കാനായിട്ട് റെക്കമെൻഡേഷനുമായിട്ട് വരരുത്. അവരെ കൂട്ടത്തിൽ കൂട്ടി അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പതിയെ ഇതിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കണം. ഒറ്റപ്പെടുത്തലുകളല്ല, കുറ്റപ്പെടുത്തലുകളല്ല. നമ്മുടെ കൂട്ടത്തിലൊരു സമൂഹത്തിൽ നിന്നും ഈ കുഞ്ഞുങ്ങളെ അടർത്തിയെടുത്ത് ഒരു നന്മയുടെ പാതയിലേക്ക് നയിച്ച് അവരെ ഈ വിഷത്തിന്റെ നീരാളി കൈകളിൽ നിന്ന് മുക്തമാക്കാനായിട്ടുള്ള കൂട്ടായ ശ്രമമാണ് നമുക്ക് വേണ്ടത്. സന്നദ്ധ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, വ്യാപാരികൾ തുടങ്ങിയവരും ലഹരിമുക്ത കായംകുളം പദ്ധതിയിൽ സജീവമായി സഹകരിക്കുന്നുണ്ട്. ജനം, ആലപ്പുഴ. ക്യാമ്പസുകളിൽ ലഹരി ഇടപാടുകൾക്ക് സമൂഹ മാധ്യമ കൂട്ടായ്മകൾ, പ്രൈവറ്റ് ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളിലാണ് ഡീലുകൾ നടക്കുന്നത്. ആവശ്യപ്പെടുന്ന അളവിലുള്ള കഞ്ചാവ് പറയുന്ന സമയത്തെത്തിക്കാൻ വൻ ശൃംഖലയാണ് ഉള്ളത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ കഞ്ചാവ് എത്തിക്കാൻ ലഹരി മാഫിയ ഇത് കിലോ കണക്കിനുള്ള അളവുകളിൽ വാങ്ങി ക്യാമ്പസിലെത്തിക്കാൻ മറ്റു സംഘങ്ങൾ. ഇവരിൽ നിന്ന് കഞ്ചാവ് വാങ്ങി കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും എത്തിക്കാൻ വിദ്യാർത്ഥികൾ തന്നെ ഉൾപ്പെട്ട കണ്ണികൾ. ലഹരിക്കടിമകളായി ചോദിക്കുന്ന പണം നൽകി ചെറു കഞ്ചാവ് പൊതികൾ വാങ്ങുന്ന മറ്റു വിദ്യാർത്ഥികൾ. ഇങ്ങനെയാണ് ഈ കണ്ണികൾ. ഓരോ വിഭാഗത്തെയും പ്രത്യേകമായി ഒരുമിപ്പിക്കാനും ആശയവിനിമയത്തിനുമാണ് ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സമൂഹമാധ്യമ അക്കൗണ്ടുകൾ ഉപയോഗപ്പെടുത്തുന്നത്. മറ്റു സമൂഹ മാധ്യമങ്ങളെക്കാൾ ഇൻസ്റ്റാഗ്രാമാണ് വിദ്യാർത്ഥികളും യുവാക്കളും ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് എന്നതിനാൽ ലഹരി ഇടപാടുകൾക്കായി ഇൻസ്റ്റാ ഗ്രൂപ്പുകൾ തന്നെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ലഹരി കച്ചവടക്കാർ, വിതരണക്കാർ, ഇടപാടുകാർ എന്നിവർക്കെല്ലാം പ്രത്യേകം വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളും ഇവരെയെല്ലാം ഒരുമിപ്പിച്ചുള്ള ഗ്രൂപ്പുകളുമുണ്ട്. എക്സൈസ്, പോലീസ് അംഗങ്ങൾ ഗ്രൂപ്പിൽ നുഴഞ്ഞുകയറി വിവരങ്ങൾ ചോർത്താതിരിക്കാനുള്ള ജാഗ്രതയുമുണ്ട്. സംശയകരമായ സാഹചര്യത്തിൽ ആരെങ്കിലും ഇത്തരം ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തതായി കണ്ടെത്തിയാൽ ഇവരെ വേഗത്തിൽ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്യാമ്പസുകളിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ലഹരി സംഘങ്ങളും അകത്തുള്ള ഇടനിലക്കാരും തമ്മിൽ നിരന്തരം ആശയവിനിമയം നടക്കും. പല അക്കൗണ്ടുകളിലൂടെ പണം കൈമാറി എത്തിയാലുടൻ ആവശ്യക്കാരൻ പറയുന്നിടത്ത് കഞ്ചാവ് എത്തിക്കും. MDMA അടക്കം മറ്റ് മാരക ലഹരികളുടെ ഇടപാടുകളുമുണ്ട്. വിദ്യാർത്ഥികളെ തന്നെ കണ്ണികളാക്കി മുന്നോട്ടു പോകുന്ന ലഹരി മാഫിയയുടെ ഇടപാടുകളെല്ലാം ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത് സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിലൂടെയാണ്. ഈ ഗ്രൂപ്പുകളിലൂടെ ഓരോ പ്രദേശത്തെയും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങൾ പോലും പരസ്പരം പ്രചരിപ്പിക്കുന്നു. ഇത്തരത്തിൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ മുൻകരുതലുകൾ എടുക്കാം, അവിടെ നിന്ന് മാറി നിൽക്കാം എന്നെല്ലാമാണ് പ്രധാനമായും ഈ ഗ്രൂപ്പുകളിലൂടെ നടക്കുന്ന ചർച്ചകൾ. ഒപ്പം തന്നെ ഓരോ ആവശ്യക്കാരനും എത്ര ഗ്രാമാണ് വേണ്ടത്, ആ പണം എവിടെ എപ്പോഴിടും, ഒപ്പം തന്നെ എവിടെയായിരിക്കണം ഇത്തരത്തിൽ ആവശ്യപ്പെടുന്ന കഞ്ചാവുകൾ അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കൾ കൊണ്ടുപോയി വെക്കേണ്ടത് എന്നീ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഇതിലൂടെയാണ് നൽകുന്നത്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.
കൊല്ലം നഗരത്തിൽ 29 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. മുണ്ടയ്ക്കൽ സ്വദേശി ജാക്സൺ ആണ് പിടിയിലായത്. പോളയത്തോടുള്ള ഫ്ളാറ്റിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. സിറ്റി ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ ജാക്സൺ. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുന്നു. തത്സമയം व्यापार और निवेश के पोटेंशियल को बढ़ावा मिलेगा. डेयरी, फूड प्रोसेसिंग और फार्मा जैसे क्षेत्रों में आपसी सहयोग और निवेश को प्रोत्साहित किया जाएगा. रिन्यूएबल एनर्जी और क्रिटिकल मिनरल क्षेत्रों में आपसी सहयोग को हमने प्राथमिकता दी है. फॉरेस्ट्री और हॉर्टिकल्चर में संयुक्त रूप से काम किया जाएगा. मुझे विश्वास है कि प्रधानमंत्री के साथ आए बड़े बिजनेस डेलीगेशन को भारत में नई संभावनाओं को देखने और समझने का अवसर मिलेगा. फ्रेंड्स, क्रिकेट हो, हॉकी या माउंटेनियरिंग, दोनों देशों के बीच खेलों में पुराने संबंध हैं. हमने स्पोर्ट्स में कोचिंग और खिलाड़ियों के एक्सचेंज के साथ साथ स्पोर्ट्स साइंस, साइकोलॉजी और मेडिसिन में भी सहयोग पर बल दिया है. और वर्ष 2026 में दोनों देशों के बीच खेल संबंधों के 100 साल मनाने का निर्णय लिया गया है. फ्रेंड्स, न्यूजीलैंड में रहने वाला भारतीय समुदाय न्यूजीलैंड में सामाजिक और आर्थिक विकास में सकारात्मक योगदान दे रहा है. हमने तय किया है कि स्किल्ड वर्कर्स की मोबिलिटी उसको सरल बनाने और इलीगल माइग्रेशन से निपटने के लिए एक समझौते पर तेजी से काम किया जाएगा. यूपीआई कनेक्टिविटी, डिजिटल ट्रांजैक्शन और टूरिज्म बढ़ाने पर भी बल दिया जाएगा. शिक्षा के क्षेत्र में हमारे पुराने संबंध हैं. हम न्यूजीलैंड की यूनिवर्सिटीज को भारत में कैंपस खोलने के लिए आमंत्रित करते हैं. फ्रेंड्स, आतंकवाद के खिलाफ हम दोनों एक मत हैं. चाहे 15 मार्च 2019 का क्राइस्ट चर्च आतंकी हमला हो या 26 नवंबर 2008 का मुंबई हमला, आतंकवाद किसी भी रूप में अस्वीकार्य है. आतंकी हमलों के दोषियों के खिलाफ कड़ी कार्रवाई आवश्यक है. आतंकवादी, अलगाववादी और कट्टरपंथी तत्वों के खिलाफ हम मिलकर सहयोग करते रहेंगे. इस संदर्भ में न्यूजीलैंड में कुछ गैर कानूनी तत्वों द्वारा भारत विरोधी गतिविधियों को लेकर हमने अपनी चिंता साझा की. हमें विश्वास है कि इन सभी गैर कानूनी तत्वों के खिलाफ हमें न्यूजीलैंड सरकार का सहयोग आगे भी मिलता रहेगा. फ्रेंड्स, फ्री, ओपन, सिक्योर और प्रॉस्परस इंडो पैसिफिक का हम दोनों समर्थन करते हैं. हम विकासवाद की नीति में विश्वास रखते हैं, विस्तारवाद में नहीं. इंडो पैसिफिक ओशन इनिशिएटिव से जुड़ने के लिए हम न्यूजीलैंड का स्वागत करते हैं. इंटरनेशनल सोलर अलायंस के बाद CDRI से जुड़ने के लिए भी हम न्यूजीलैंड का अभिनंदन करते हैं. फ्रेंड्स, अंत में रग्बी की भाषा में कहूं तो हम दोनों अपने संबंधों के उज्जवल भविष्य के लिए फ्रंट अप के लिए तैयार है.
we are ready to step up together and take responsibility for a bright partnership. और मुझे विश्वास है कि हमारी साझेदारी दोनों देशों के लोगों के लिए एक मैच विनिंग पार्टनरशिप साबित होगी. बहुत बहुत धन्यवाद. Well said, well said. Thank you, sir. May I now request the Right Honourable Christopher Luxon, Prime Minister of New Zealand, to give his remarks to the media. Well, namaste and kia ora, everybody. Can I just thank up front Prime Minister Modi for the very warm and generous welcome that we've had, myself and also our delegation. Today we've just concluded a series, I think, of very highly productive meetings, and we also witnessed, as you have seen, a number of government-to-government arrangements that will strengthen the growing ties between India and New Zealand. Prime Minister Modi and I have also issued a joint statement that I think captures the wide range of topics that we have discussed, the arrangements that we have finalised, and the areas of cooperation that we are determined to pursue into the future. I hope that our meeting has left Prime Minister Modi in no doubt about the profound depth of New Zealand's commitment to building a deep, broad-based and enduring relationship with the great nation of India. By broad-based, I mean that New Zealand is committed to doing more with India across a wide range of areas: defence and security, trade and economics, people-to-people ties, education, tourism, sports and culture. Our two-way trade today stands at around $3 billion New Zealand dollars a year, but there is huge potential to grow, and it is in that context that I want to say thank you, and I'm pleased to welcome the efforts of Minister Goyal and Minister Macleay on their agreement announced yesterday between New Zealand and India that we will launch immediately comprehensive free trade agreement negotiations, making sure that we work towards a balanced, ambitious and comprehensive agreement. The negotiations will expand opportunities for both our countries and our peoples, and we look forward to reaching a mutually beneficial agreement. On defence and security, Prime Minister Modi and I discussed the challenging strategic outlook in the Indo-Pacific region, and I reiterated New Zealand's strong commitment to working with India to address shared concerns over our respective interests and contributions to ensure a strong and stable and prosperous region. And that's a theme that I plan to pick up in my speech at the Raisina Dialogue this evening. And again, I feel incredibly privileged for the honour to be able to make that opening keynote address at this major international conference. The Prime Minister and I, as he alluded to, also discussed a number of practical areas where New Zealand and India are deepening our defence and our security cooperation. For example, in maritime security, the Royal New Zealand Navy currently leads the combined Task Force 150, coordinating multinational efforts to protect trade routes and counter smuggling, piracy and terrorism in the Indian Ocean and the Gulf of Aden. I've also witnessed an exchange of a number of arrangements that are going to deepen the economic, the cultural, the scientific and the people-to-people links between our countries. There's a mutual recognition agreement on customs, which you've just seen, a refresh of our cooperation agreement between our education ministries that identifies where New Zealand can actually help support the development of India's education sector, a letter of intent to cooperate more fully on forestry trade, and also a memorandum of cooperation on horticulture. And so to give effect to the various areas of new cooperation, my government has also confirmed that we will need more people on the ground in India. And that is why New Zealand is looking to increase our diplomatic footprint in India by more than 60%, underscoring our commitment to the relationship and our ambition to see it grow even further. And it is also my great pleasure to be able to announce Dr. Samir Saran, President of the Overseas Research Foundation and an organiser of the Raisina Dialogue with Dr. Jay Shankar, to be the next Prime Minister's Fellow from India. And I look forward to welcoming Dr. Saran to New Zealand and building even stronger engagement between New Zealand and India on critical issues facing the Indo-Pacific. So finally, can I just say again, thank you Prime Minister Modi for hosting me and my delegation so generously and with so much hospitality. We do look forward to broadening and deepening the relationship between our two great countries. And I also, of course, offered to reciprocate Prime Minister Modi's warm and generous hospitality by inviting him to New Zealand whenever his schedule makes that work. Namaste, and as we say in New Zealand, tēnā koutou, tēnā koutou, tēnā koutou katoa. Kia ora. Thank you, sir. That concludes the press statement. ലക്സൺ മോദി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത
വാർത്താ സമ്മേളനത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളായിരുന്നു നമ്മൾ കണ്ടത്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.